നമ്മൾ ഇനി ഒരുപാട് നേരം ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനറിഞ്ഞിടത്തോളം ഇതൊരു പുണ്യപ്രവർത്തിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. നമ്മൾ പാപനാശിനിയിൽ ഒഴുക്കാൻ കൊണ്ടുപോകുന്നത് വിഷ്ണുവിന്റെ ചിതാഭസ്മമാണല്ലേ? ഇതെന്താ പറ്റിയേ? ആ ഈശ്വരൻ, ഇപ്പൊ എന്താ ചെയ്യ? ഈ ഫോൺ എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ ഇതറിഞ്ഞ സമയത്ത് തന്നെ വിളിച്ചെങ്കിലും ഒന്ന് പറയായിരുന്നു. എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലല്ലോ ഈശ്വര. ഇനിയിപ്പോ അവരെ ഞാൻ എങ്ങനെ ഈ വിവരം അറിയിക്കും? ഈശ്വര, മരണത്തിലേക്കാണല്ലോ ഞാൻ എന്റെ മോളെ തള്ളിവിട്ടത്. എന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധയാണല്ലോ ഭഗവാനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം. ദേവി, അവിടുന്ന് എന്നോട് വെറുപ്പാണോ? എന്റെ മോളെ കാത്തോളേ ദേവി. ശകുനങ്ങളെല്ലാം അവൾക്കെതിരെ. ഒരിക്കൽ പോവാൻ പാടില്ലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവർ പോയിരിക്കുന്നത്. തടയാൻ എന്നെ കൊണ്ടായില്ല. അത് 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 എന്റെ തെറ്റാണോ? എന്നെ കൊണ്ടത് ചെയ്യിച്ചതാണോ? എനിക്കൊന്നും അറിയില്ല. പക്ഷെ വലിയൊരു അപകടം അവർക്ക് പിന്നാലെ ഉണ്ടെന്ന ജ്യോത്സ്യം പറഞ്ഞത്. അത് കേട്ടോണ്ട് ഞാൻ എങ്ങനെയാ ദേവി ഇവിടെ ഇരിക്കുന്നത്? പറഞ്ഞു കേട്ടത് വെച്ച് നോക്കുമ്പോ എല്ലാം ശരിയാ. ആള് മരിച്ചാലല്ലേ മോക്ഷപ്രാപ്തി നൽകി ചിതാഭസ്മം പാപനാശനിൽ ഒഴുക്കേണ്ടതുള്ളൂ. മരണപ്പെട്ട ആളുടെ ഹൃദയം ജീവിച്ചിരിക്കുക. ആ ഹൃദയം വച്ചോണ്ട് അയാള് മരിച്ച ആളുടെ മോക്ഷത്തിനായി കർമ്മം ചെയ്യുക. അവനവന് പിണ്ടം വയ്ക്കുന്നതിന് തുല്യമല്ലേ അത്? ഇത് നടക്കരുത്. ഇനി എന്നെ സഹായിക്കാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും രീതിയിൽ അവരുടെ യാത്ര ഒന്ന് മുടക്കി തരണേ എന്റെ പൊന്നു ദേവി. പണിയാണ്. വലതുവശത്തേക്ക് തിരിഞ്ഞു പോകാൻ ബോർഡും വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ തിരിഞ്ഞു പോയേക്കാം.
നമ്മൾ ഇനി ഒരുപാട് നേരം ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം ഇതൊരു പുണ്യപ്രവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. നമ്മൾ പാപനാശിനിയിൽ ഒഴുക്കാൻ കൊണ്ടുപോകുന്നത് വിഷ്ണുവിന്റെ ചിതാഭസ്മമാണല്ലേ? അല്ല, പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. പോകുന്ന പോക്കിൽ വല്ല പോലീസുകാരൻ തടഞ്ഞു നിർത്തിയാല് എവിടെ പോകുന്നു എന്നുള്ള ചോദ്യത്തിന് രണ്ടുപേരും രണ്ടുത്തരം പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാ. കളക്ടറാണ് കൂടെയുള്ളത്. അപ്പൊ പിന്നെ ഡ്രൈവറോട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട കാര്യമില്ലല്ലോ. ഓ അങ്ങനെ. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. സംശയം ശരിയാണ്. ഈ ചിതാഭസ്മം എന്റെ വിഷ്ണുട്ടൻ്റെയാ. ഇത് പാപനാശിനിയിൽ ഒഴുക്കി വിഷ്ണുട്ടൻ്റെ ആത്മാവിന് മോക്ഷം കൊടുക്കുക. അതിനുവേണ്ടിയായി ഈ യാത്ര. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഏയ് ഇല്ല. അപ്പൊ എന്റെ താൽക്കാലിക വേക്കൻസി ഇനി എവിടെ തുടരേണ്ടി വരുമെന്ന് ചുരുക്കം. മനസ്സിലായില്ല. അല്ല, സത്യാമ്മ പറഞ്ഞത് വിഷ്ണു വരുന്നത് വരെ ഈ ജോലി നോക്കണമെന്നാ. ഇനിയിപ്പോ ഇത് തുടർന്നു കൊണ്ടുപോകേണ്ടി വരില്ലേ? അതിന് ഈ ജോലിക്ക് വരാതിരുന്നാലും മതിയല്ലോ. മകൻ എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരച്ഛനും അമ്മയും അവരുടെ സങ്കടം കാണാതിരിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ഈ ജോലിയുടെ കാര്യത്തിൽ ഞാൻ ചില വിട്ടുവീഴ്ചകൾ ചെയ്തു തന്നിട്ടുള്ളത്. പക്ഷേ ഈ ഇളവുകൾ ഒരുപാട് നാളത്തേക്കൊന്നും കിട്ടിയെന്ന് വരില്ല. എപ്പം നിർത്താൻ പറയുന്നോ അപ്പം നിർത്തി പോവേണ്ടി വരും. ഈ ജീവിതം അത് തന്നെയല്ലേ മാഡം? ഒടയ തമ്പുരാൻ എപ്പം നിർത്താൻ ആഗ്രഹിക്കുന്നോ അപ്പൊ വെട്ടിപ്പിടിച്ചതും പിടിച്ചു വാങ്ങിച്ചതും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് സുല്ല് പറഞ്ഞ് പൊടിയും തട്ടി പോണ്ടേ? അങ്ങനെ നോക്കുമ്പോ ഈ ജോലി പോകുന്നത് എത്ര നിസ്സാരം. ജോലി പോയാൽ വേറെ ജോലി കിട്ടും, പക്ഷെ ജീവൻ പോയാ അതൊരു പോക്ക. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്നേക്കുമായിട്ടുള്ളൊരു പോക്ക്.